പ്രാരംഭത്തിൽ പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ഈ മലമ്പുഴ മണ്ഡലം 38 വർഷമല്ല ഇടതുപക്ഷം ഭരിക്കാൻ തുടങ്ങിയത്, 60 വർഷത്തിലധികമായി. മലമ്പുഴ മണ്ഡലം പഞ്ചായത്താണ് 38 വർഷം. ഇവിടെ മേൽപ്പാലത്തിൻ്റെ വിഷയമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. ഏതൊരു റെയിൽവേ മേൽപ്പാലവും നിർമ്മിക്കുന്നത് റെയിൽവേയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. റെയിൽവേ മേൽപ്പാലം ക്ലോസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഗേറ്റ്മാനും മറ്റ് ചെലവുകളും എല്ലാം തന്നെ റെയിൽവേയിലേക്ക് ലാഭകരമാണ്. ഇന്ത്യ രാജ്യത്ത് മൊത്തം റെയിൽവേയാണ് മേൽപ്പാലം ചെയ്യേണ്ടത്. ഇവിടെ ശിവരാജേഷ് സൂചിപ്പിച്ച രൂപത്തിൽ ഇവിടെ റെയിൽവേയുടെ മേൽപ്പാലം കൊണ്ട് ഗേറ്റ് അടയ്ക്കുന്നതുകൊണ്ട് നിരവധിയായ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണാൻ അറിയാം, ശിവരാജേഷിനറിയാം. നമ്മുടെ MP ആയിരുന്ന സഖാവ് രാജേഷ് 2014 മുമ്പ് MP ആയിരുന്ന രാജേഷ് ഇവിടെ ഈ റെയിൽവേ ഈ മേൽപ്പാലം പാർലമെൻറ്റിൽ പലതവണ ഉന്നയിച്ചിട്ടും ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ കുന്നമ്പുറത്തുള്ള രൂപത്തിൽ അടിയിലൂടെ ഒരു റെയിൽവേ പാസേജ് അടിപ്പാത ഉണ്ടാക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പക്ഷേ അന്ന് ഇവിടെ നമ്മൾ ഈ പറയുന്ന ജനകീയ സമിതിയും എല്ലാവരും തന്നെ അത് ആംബുലൻസ് പോകാൻ തടസ്സമാണ്, 2 വാഹനങ്ങൾ ഒന്നിച്ചു പോകില്ല, അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് MP-യുടെ ആ പ്രവർത്തനത്തെ രാജേഷ് നിരവധി തവണ പാർലമെൻറ്റിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. അങ്ങനെ റെയിൽവേ ചെയ്യാത്ത ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ മേൽപ്പാലത്തിന് വേണ്ടി. പിന്നീടാണ് പൊതുവായിട്ടുള്ള ജനകീയ സമിതിയും 2 കമ്മിറ്റികൾ വന്നിട്ടുള്ളത്. അവർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പ്രവർത്തിച്ചത്. അതിനോട് ചേർന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പോരാടി തെരഞ്ഞെടുപ്പിൽ സഖാവ് VS-നോട് ആവശ്യം ഉന്നയിച്ചു. VS ആ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ തന്നെ വിജയിക്കുന്നതിന് മുമ്പ് വാഗ്ദാനം നൽകി, ഞാൻ ജയിച്ചു പോയാൽ ആദ്യത്തെ ബഡ്ജറ്റിൽ ഇതിനു വേണ്ടി ഫണ്ട് മാറ്റിവെക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 39 കോടി രൂപ മാറ്റിവെച്ചു. പിന്നീട് ഇത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ താമസക്കാർ സ്വന്തമായി ജീവിച്ചു വളർന്ന സ്ഥലം അവരുടെ ഉപജീവനങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രയാസമുണ്ട്. അല്ല അതന്നെ ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കാലതാമസം വന്നു. പിന്നീട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആളായിട്ടുള്ള BJP-കാരോടാണ് ചോദിക്കുന്നത്. 2022 6-ാം മാസം റെയിൽവേക്ക് ഈ അവരുടെ മേൽപ്പാലത്തിന്റെ റെയിൽവേ ക്രോസിന് മുകളിലുള്ള പാലത്തിന് വേണ്ടി 11 കോടി 81 ലക്ഷം രൂപ 82 ലക്ഷം രൂപ കേരളത്തിലെ ഗവൺമെന്റ് കെട്ടിവെച്ചു. ആ കെട്ടിവെച്ചതിന് രേഖ നമ്മുടെ കയ്യിലുണ്ട്. ആ കെട്ടിവെച്ചത് മുതൽ 15 മാസക്കാലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ആ റെയിൽവേയുടെ മേൽപ്പാലത്തിന്റെ പണി ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും കോൺക്രീറ്റ് നടക്കുകയാണ്. RBDC പറഞ്ഞത് എന്താ? ആ റെയിൽവേയുടെ മേൽപ്പാലം പൂർത്തീകരിച്ചാൽ 3 മാസം കൊണ്ട് RBDCയുടെ പണി പൂർത്തീകരിക്കും. ഇപ്പോഴും കോൺക്രീറ്റ് പൂർത്തീകരിച്ചുകൊണ്ട് റെയിൽവേ ഇൻസ്പെക്ഷൻ നടത്തി ആ മേൽപ്പാലം പണി RBDC ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് അതിന്റെ കുറ്റം മുഴുവൻ ഇവിടെ സർക്കാരിന്റെയും RBDC പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് പറയാനുള്ളത്. പ്രശാന്തേ, കുറച്ചുകൂടി വിശദീകരണം, വ്യക്തത വേണമെന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ, പാലത്തിന്റെ വിഷയത്തിൽ. യെസ്, ഇതിനകത്ത് റെയിൽവേന്റെ ഭാഗത്ത് നിന്ന് പണിയേണ്ടതായിട്ടുള്ളത് 4 തൂണും 18 ഗഡറുകളാണ് ഇതിനകത്ത് വരുന്നത്. റെയിൽവേന്റെ കീഴിൽ വരുന്ന ഭാഗത്ത് വരുന്നത് ഇത് നിങ്ങൾ ഇതിന്റെ രേഖകൾ എല്ലായിടത്തും പരിശോധിക്കോ. ആകെ റെയിൽവേ പണിയേണ്ടതായിട്ട് ഇതിനകത്ത് വരുന്നത് റെയിൽവേന്റെ ഭാഗം വരുന്നത് 4 തൂണും 18 ഗഡറുകളാണ്. അതിന്റെ 90%. ഇതിന്റെ അപ്രോച്ച് റോഡുകൾ മുഴുവൻ പണിയേണ്ടത് ഈ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ള കരാർ കമ്പനിയാണ്. ഇനി ഇത് എന്ത് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ള അല്ല എന്ന് പറഞ്ഞാലും ഈ ചർച്ചയിൽ വന്നിരുന്ന എന്ത് വേണമെങ്കിൽ പറയാം, ആർക്ക് വേണേലും പറയാം. ഇതിന്റെ അപ്രോച്ച് റോഡ് പണിയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അല്ല ഇതിന്റെ അപ്രോച്ച് റോഡ് പണിയേണ്ടത് എന്ന് ഈ ചർച്ചയിൽ വന്നിട്ടുള്ള CPM-ന്റെ പ്രതിനിധിക്ക് അത് സ്ഥാപിക്കാമെങ്കിൽ സ്ഥാപിക്കാം, അല്ല എങ്കിൽ രേഖ സഹിതം. അല്ലെങ്കിൽ എന്താണ് ഈ അപ്രോച്ച് റോഡിനെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടതെന്ന് സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയണം. 2, റെയിൽവേ പണിയേണ്ടത് ആകെ 4 തൂണും 18 ഗഡറുകളാണ്. അതിൽ ആകെ അത് മാത്രമേ പണിയേണ്ടുള്ളൂ. അതിന്റെ 80% പണി ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ഇവർ പണിയേണ്ടതിന്റെ എത്ര ശതമാനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. നോക്കി പറയാൻ പറഞ്ഞോളൂ. ഐശ്വര്യ നടക്കാവ് മേൽപ്പാലത്തിന്റെ വിശദീകരണം അവിടെ നിന്ന് നൽകി. മറ്റൊരു പ്രതിനിധി ശിവരാജേഷ് കൂടി ഇവിടെ സൂചിപ്പിച്ചു. 2022 കേരളത്തിലെ ഗവൺമെന്റ് കിഫ്ബി റെയിൽവേക്ക് കെട്ടിവെച്ചത് 11,82,00,000 രൂപയാണ്. 11,82,00,000 രൂപയാണ് നടക്കാവ് റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് റെയിൽവേക്ക് കെട്ടിവെച്ചിട്ടുള്ളത്.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2016 ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം 39 കോടി രൂപ വകയിരുത്തി ഈ പ്രദേശത്തെ 33 ആളുകളിൽ നിന്നാണ് സ്ഥലം വിട്ടു നൽകാനുള്ള സമ്മതപത്രം സഖാവ് VS അച്യുതാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ ഒപ്പിട്ട് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ നഷ്ടപരിഹാര തുക പോരാ, രാത്രിയൊക്കെ വീടുകളിൽ പോയി നഷ്ടപരിഹാര തുക പോരാ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഞങ്ങൾ ചോദിച്ചാണ്. ഞങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം വേണമെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അത് തെറ്റില്ലല്ലോ, അതിൽ തെറ്റില്ലല്ലോ. ന്യായമായ കച്ചവടക്കാര് ഞങ്ങൾക്ക് മാന്യമായ പൈസ വേണമെന്ന് ആവശ്യപ്പെടുന്നത് തെറ്റാണോ? അത് ശരി, അത് തെറ്റല്ലല്ലോ. ആ 10 പേർ ഹൈക്കോടതിയിൽ പോയി. പിന്നീട് ഇതിന്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ വൈകി. 2016 കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെയാണ് മനുഷ്യരായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി കഴിയും. അതിന്റെ സർക്കാർ ലാൻഡ് അക്യൂസേഷൻ നടപടിയിലേക്ക് സർക്കാർ നിർബന്ധമായി രേഖകൾ ഉണ്ട് കേട്ടോ. BJP-ക്കാർക്കും RSS-കാർക്കും എല്ലാവർക്കും പരിശോധിക്കാം. രേഖയോടുകൂടി ഞാൻ സംസാരിക്കാം. അപ്പോ രേഖയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. 2018-ലും 2019-ലും കേരളത്തിൽ പ്രളയമുണ്ടായി. 2020-ലും 2021-ലും കോവിഡ് ഉണ്ടായി. 2021 ജനുവരി മാസത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി കേരളത്തിന്റെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിച്ചു. 2021 ഒക്ടോബറിൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. ഈ 2022 സെപ്റ്റംബർ 11,82,00,000 ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് റെയിൽവേക്ക് കെട്ടിവെച്ചു. എന്തേ ഇവിടെ പ്രശാന്ത് ശിവൻ സൂചിപ്പിച്ചല്ലോ 400 മീറ്ററേ ഉള്ളൂ. ആ 400 മീറ്റർ പൂർത്തിയാക്കാൻ ഇവർക്ക് 4 വർഷം എടുക്കേണ്ടി വരികയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന് പറയാം. ഇപ്പൊ ഇവര് പറഞ്ഞു ഈ 400 മീറ്റർ ഈ ഗർഡറുകൾ ഉൾപ്പെടെ ഇവര് റെയിൽവേ ആണ് സ്ഥാപിക്കേണ്ടത്. അതിന്റെ 90% ആയി എന്നുള്ളതാണ്. ഈ മേൽപ്പാലത്തിന് ഏകദേശം 60 കോടി രൂപയാണ് കേരള ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ 95% പ്രവൃത്തി ഇവിടെ പൂർത്തിയാക്കി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. മറ്റൊരു കാര്യം പറയാം. ഈ സെന്ററിലെ സ്പാനിന്റെ മുഴുവൻ പണിയും പൂർത്തീകരിച്ച് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള സ്പാനുകളുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം നടപ്പിലാക്കും. അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം ആയിട്ടില്ല ഇതുവരെ. യെസ്, അപ്രോച്ച് റോഡിന്റെ അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകാൻ വീണ്ടും ചളി കിടന്ന് ഉരുളേണ്ടി വന്നു. ഈ നാട്ടുകാര് മുഴുവൻ ഞാൻ ഉണ്ട് കണ്ടല്ലോ, എല്ലാ വിഷ്വൽസ് വന്നാണല്ലോ ചാനലുകളിൽ. ഈ അപ്രോച്ച് റോഡ് നേരാക്കാൻ അതിൽ ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് തോന്നുന്നു. ഞങ്ങൾ നാട്ടുകാർക്ക് അത് വീണ്ടും ഉരുളേണ്ടി വന്നു ചളിയില്. അപ്പൊ അപ്രോച്ച് റോഡായി. എനിക്ക് മറുപടി പറയാം. ഇതിനകത്ത് 2 കാര്യത്തിലൊരു ക്ലാരിറ്റി വേണം. ഒന്ന്, കേന്ദ്രമാണ് ഇത് പൂർത്തിയാക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞു റെയിൽവേ ചെയ്യേണ്ട 2 പ്രവൃത്തിയുള്ളൂ, ബാക്കി സംസ്ഥാന സർക്കാരാണ് പൂർത്തിയാക്കേണ്ടത് പറഞ്ഞു. ഈ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതിന്റെ 95% പൂർത്തിയാക്കിയെന്നാണ് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത്. ഇതേ ചാനൽ ഇവിടെ ഉണ്ട്. ഇത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഓപ്പൺ ചാലഞ്ചാണ് 95% പണി ഇവർ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ ചാനൽ വിഷ്വൽ എടുത്തപ്പോ നോക്കാം. ഇവരിത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. ഇത് ഇവര് പറഞ്ഞ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പണി 95% കഴിഞ്ഞതാണ്. പക്ഷെ ഇവര് കരാറേൽപ്പിച്ച കരാറ് കമ്പനി ജില്ലാ കളക്ടറുടെ മുമ്പിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. സംസ്ഥാന സർക്കാർ പൈസ ഞങ്ങൾക്ക് തരാനുള്ളത് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പണി നിർത്തിയിട്ട് പോണത്. ഇവര് ചർച്ചയിൽ പറയുന്നുണ്ട് 95%. ഈ ചാനൽ ഇവിടെയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തിന്റെ 95% ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഇവിടെയുണ്ട്. ഇപ്പൊ തന്നെ പോയി നോക്കണം. 95% അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഇവിടെ നോക്കട്ടെ. ഈ നാട്ടുകാർ ഇവിടെയുണ്ട്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 95% കഴിഞ്ഞു അവർ പറഞ്ഞു. നിങ്ങൾ ചാനൽ ഞങ്ങൾക്ക് എന്തായാലും 35 മിനിറ്റ് നടക്കാവ് പാലത്തിന് പോയി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം പ്ലീസ്.
നടക്കാവ് പാലം മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബിജെപിയുടെ സ്ഥാനാർത്ഥി കൽമണ്ഡപം മുതൽ മലമ്പുഴ വരെ വലിയ ഫ്ലെക്സ് ബോർഡുകളാണ്. നടക്കാവ് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ബിജെപിയെ വിജയിപ്പിക്കുന്നു. ഈ നടക്കാവ് മേൽപ്പാലത്തിന് 1 രൂപ ഇറക്കാത്ത ആളുകളെയാണ് ഈ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കേണ്ടത് എന്ന് ഈ നാട് ഉത്തരം പറയണം. അല്ല, ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ പറയുന്നുണ്ട് കേന്ദ്രം 1 രൂപ ഇറക്കിയിട്ടില്ല എന്ന് ഇവരെന്നെ പറഞ്ഞു. ഇവരെന്നെ പറഞ്ഞു കേന്ദ്രം എന്തുകൊണ്ടാ പണി തീർക്കാത്തതെന്ന്. ഇവരെന്നെ പറയുന്നത് കേന്ദ്രം ഇറക്കിയിട്ടില്ല എന്ന്. ഇവരെന്നെ എന്താ പണി തീർക്കാത്ത? ഇനി ഇവരൊറ്റ കാര്യം, മറുപടി പറഞ്ഞു. ശരി, പെങ്ങൾ പറഞ്ഞു കേട്ടെ. റെയിൽവേയുടെ ഭാഗം ചെയ്യാൻ റെയിൽവേക്ക് മാത്രമേ അധികാരമുള്ളൂ. കേരള സർക്കാരിന് അധികാരമില്ല. റെയിൽവേയുടെ പണി പൂർത്തീകരിച്ച് 3 മാസത്തിനകം ഈ നടക്കാവ് മേൽപ്പാലം പൂർത്തീകരണം നടത്തി സഖാവ് പിണറായി വിജയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. റെയിൽവേയുടെ ഭാഗം പൂർത്തിയാക്കാൻ റെയിൽവേക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. 100% സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദി അവിടെ നിന്ന് വേണ്ട. ഇവര് പിന്നെന്താ ചെയ്യാത്ത? ഇവരെന്താ ചെയ്യാത്ത? ഞാൻ പറഞ്ഞു 91 മിനിറ്റ് പെങ്ങളെ ഞാനൊന്ന് പറഞ്ഞു കേരളത്തിലെ UDF അധികാരത്തിൽ വരാൻ പോകുന്നു. അധികാരത്തിൽ വരാൻ പോകുന്നു. നിങ്ങൾ നോക്കാം. പിന്നെ UDF മന്ത്രിസഭ ചെയ്യും. UDF ഗവൺമെന്റ് ചെയ്യും. രണ്ടുപേരും കൂടെ എന്തോ പറയുന്ന സമയത്ത് എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ പോലെ ശിവരാജേട്ടൻ എന്തോ പറയുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും തമ്മിൽ പറയുമ്പോ ഇത് എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ ചളിയിലൊരുണ്ട വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അല്ല, ഇതിനകത്ത് UDF വരുന്നോ LDF വരുന്നോ അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം എന്താ അറിയോ, ഇവർ രണ്ടുപേരും വാളയാർ ചുരത്തിന്റെ അപ്പുറത്ത് തോളിൽ കയറ്റി നടക്കുന്ന ആൾക്കാരാണ്. ഇവര് ഈ കേരളത്തിനോടൊപ്പം ആരൊക്കെ തോളിൽ കയറ്റി നടക്കണം ഞങ്ങൾക്ക് അറിയാം. ഈ കേരള സംസ്ഥാനത്ത് ആരൊക്കെയാണ് തോളിൽ നമുക്കറിയാം. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ 5 സ്റ്റേറ്റിലെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഇവർ ആരുടെ കൂടെ മത്സരിക്കുന്നത്? ആസാമില്, ഇവിടെ എല്ലാ സ്റ്റേറ്റിലും ഇവര് കോൺഗ്രസും LDF ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ രണ്ടാളും ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഇവരെ കേരളത്തിൽ നിങ്ങൾ രണ്ടാളും എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രതിനിധി ഒരു കാര്യം അറിയണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ BJPയുടെ NDAയുടെ മുന്നണിയുടെ 14 ആളുകൾ 14 കോൺഗ്രസുകാരായിരുന്നു എന്നറിയണം. ആ 14 ആളുകളിൽ 11 പേർ ഇന്ന് താമര അടയാളത്തിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ 8 ആള് ജി സുധാകരൻ ഉൾപ്പെടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രാജ്യത്ത് തന്നെ CPM എന്ന പാർട്ടി ഇല്ലാതിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കോൺഗ്രസ്സുകാർ BJPയിലോട്ട്, അവിടെ ബംഗാളിലൊക്കെ പാർട്ടി ഓഫീസ് സഹിതമാണ് BJPയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. CPMന്റെ പാർട്ടി ഓഫീസ് സഹിതമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. ഇനി രണ്ട് ഇവിടുത്തെ നഷ്ടപരിഹാരത്തെ കുറിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു. അവരവർക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാരം പോരാ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് അതത്ര വലിയ തെറ്റല്ല. ഇവിടെ നഷ്ടപരിഹാരം പോരെങ്കിൽ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതിനകത്ത് അത് ആരുടെ ഔദാര്യമല്ല. പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പൈസയല്ല. സർക്കാരിന്റെ പൈസയാണ്. അതുകൊണ്ട് ഇവിടെ നഷ്ടപരിഹാരം പോകണമെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും.